ഹലോ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഫ്സൽ. തംബ്നെയിലിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ വന്നത് അപ്ലൈ ചെയ്ത രീതി ഞാൻ കാണിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനൽ 2 മാസം കൊണ്ട് 10K ക്രോസ് ചെയ്യാൻ സഹായിച്ച എന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. തുടർന്ന് നിങ്ങളുടെ ഒരു കോർഡിനേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. വളരെ നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എന്റെ എല്ലാ നല്ലവരായ സുഹൃത്തുക്കളും ആദ്യം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു 1000 ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഒടുവിൽ നമ്മളും ആ കടമ്പ കടന്നിരിക്കുകയാണ്. 2024 മെയ് 18 നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പുതിയൊരു യൂട്യൂബുകാരൻ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. എങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കും, എങ്ങനെ ഈ 4000 വാച്ച് അവറിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യിക്കും എന്നൊക്കെയുള്ള പലമാതിരി ചിന്തകൾ നമ്മളെ ആകെ ഒരു കുഴപ്പത്തിലാക്കിയായിരുന്നു. നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. തീർത്തൊരു ബ്ലാങ്കിൽ നിന്നാണ് ഞാൻ ഇവരെ വളർത്തിയെടുത്തുകൊണ്ട് വന്നത്. ഈ ചാനൽ തുടങ്ങിയ ശേഷം കണ്ടന്റിനായിട്ടുള്ള ഓട്ടപ്പാച്ചില് തഗ് ലൈഫ് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ യൂട്യൂബിൽ ഹിറ്റ് അടിച്ച് നിൽക്കുന്ന കോമഡി ഒക്കെ എടുത്തിട്ട് ചെറിയൊരു തഗ് ലൈഫ് ആയിട്ടും ട്രോളൊക്കെ ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. അതുപോലെ ബിഗ് ബോസിലെ കണ്ടന്റ് ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും സബ്ജക്റ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ട്രോൾ ആക്കിയിട്ട് നമ്മൾ അത് ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ ലോങ് വീഡിയോ ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തു. ഈ ഒരു ചാനലിന്റെ ഡെപ്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ച മറ്റൊരു ഫാക്ടർ ഉണ്ട്. അത് ഞാൻ എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് വഴിയെ പറയാം. അങ്ങനെ എല്ലാ ദിവസവും 3 മണിക്ക് ശേഷം ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഇടാൻ പറ്റില്ല, തിരക്കുള്ള ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഞാൻ ഓൾറെഡി തലേ ദിവസം തന്നെ ആ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ആ ഒരു സമയങ്ങളിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഡെയിലി 1-2 വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബിന്റെ ട്രെൻഡിങ്സിൽ കിടക്കുന്ന സോങ്സ്, ഷോർട്സ് സോങ്സ് അതൊക്കെ നോക്കുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അത് നമ്മുടെ സെർച്ചിങ്ങിനെയൊക്കെ അത് നന്നായിട്ട് ബാധിക്കും. നമ്മുടെ ട്രെൻഡിങ്സിൽ കിടക്കുന്ന സോങ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ചെറിയൊരു ഷോർട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മാക്സിമം അത് ഷോർട്ട് സ്പീഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഓരോ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ USDയിൽ നമുക്ക് 1000 വ്യൂവേഴ്സിന് എത്ര രൂപ കിട്ടുമെന്നും അതുപോലെ തന്നെ നമ്മുടെ INRൽ നമുക്ക് 1000 വ്യൂവേഴ്സിന് എത്ര രൂപ കിട്ടുമെന്നുള്ള ഡീറ്റെയിൽസ് ഫുള്ളായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് അനലൈസ് ചെയ്തപ്പോഴേ ഇതിനകത്ത് ടെക് റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടാം. അപ്പോൾ അതിനാണ് ഏറ്റവും കൂടുതൽ INRൽ ക്യാഷ് തന്നെ നോക്കി 75 രൂപ തൊട്ട് 375 രൂപ വരെ നമുക്ക് ആ ഒരു ടെക് റിവ്യൂസ്, അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള ചാനലാണെങ്കിൽ നമുക്ക് ഏകദേശം 1000 വ്യൂവിന് 75 രൂപ തൊട്ട് ഏതാണ്ട് 375 രൂപ വരെ നമുക്ക് ലഭിക്കും. പിന്നെ ഇതിൽ ഒരുപാട് കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് എനിക്ക് തോന്നുന്നത് ഗെയിമിംഗ് ആണ്. ഗെയിമിങ്ങിന് നമുക്ക് 37 രൂപ തൊട്ട് 300 രൂപ വരെ 1000 വ്യൂവേഴ്സിന് കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ബ്യൂട്ടി ആൻഡ് ഫാഷൻസ്, കോമഡി സ്കിറ്റ്സ്, വ്ളോഗിങ്, എഡ്യൂക്കേഷൻ, ഫുഡ് ആൻഡ് കുക്കിംഗ്, ഹെൽത്ത്, ഫിറ്റ്നസ്, ട്രാവൽ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഫുൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏതാണോ ഇതിന്റെ ചാനൽ എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം എത്ര രൂപ ഇനി കിട്ടാൻ ചാൻസ് ഉണ്ട്, 1000 വ്യൂവിൽ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഇത്രയും വ്യൂവേഴ്സ് ആയിട്ടുണ്ട് മോണിറ്റൈസേഷൻ ശേഷം, അപ്പോൾ അതിനകത്ത് എത്ര രൂപ നിങ്ങൾക്ക് വരാനിരിപ്പുണ്ട് എന്നൊക്കെയുള്ള ഒരു അനലൈസിങ് ഇതിലൂടെ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. നമ്മളുടെ ഇതിനകത്ത് വ്ളോഗിംഗ് ചാനലാണ്. നമുക്ക് ഇതിനകത്ത് ഏകദേശം $0.30 തൊട്ട് $2 വരെ മാക്സിമം നമുക്ക് കിട്ടും. അതായത് 1000 വ്യൂവേഴ്സിന് 100 രൂപ കിട്ടും എന്നുള്ളൊരു രീതിയിൽ നമുക്കൊരു എക്സാമ്പിൾ ആക്കിയാൽ നമുക്ക് 1000 വ്യൂവേഴ്സിന് 100 രൂപയും 10000 വ്യൂവേഴ്സിന് 1000 രൂപയും മിനിമം ആയിട്ടൊന്ന് കണക്ക് കൂട്ടാം. നമ്മുടെ ചുറ്റുമുള്ള യൂട്യൂബേഴ്സിന്റെ ഒക്കെ ഒരു വരുമാനം നമുക്ക് ഏകദേശം ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്റെ ചാനൽ കയറിയിട്ട് ഈ ഒരു ഭാഗം സെർച്ച് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ എന്റെ ഒരു ചാനലിൽ എത്ര വ്യൂസ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോങ് വീഡിയോയ്ക്കും ഷോർട്സ് വീഡിയോയ്ക്കും രണ്ട് രീതിയിലാണ് ഇതിനകത്ത് എമൗണ്ട് കാൽക്കുലേഷൻ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശ ചിത്രം തന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏതാണ്ട് ഈ ഒരു സറൗണ്ടിങ്ങിനകത്ത് നിൽക്കുന്ന ഒരു എമൗണ്ട് ഒക്കെ ആയിരിക്കാം നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല, നമുക്ക് തംബ്നെയിലിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എത്രമാത്രം രൂപ ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം. രാത്രിയിലാണ് ഇത് അപ്ലൈ ചെയ്തത്. നമുക്ക് ഏകദേശം രാവിലെ ആയപ്പോൾ തന്നെ നമ്മുടെ മെയിലിൽ അതിന്റെ റിപ്ലൈ മെസ്സേജ് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെയാണ് ആ മെസ്സേജ് വന്നത്. ഞാൻ അപ്പൊ തന്നെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തു. അതിൽ ഏണെന്നുള്ള ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കാണാൻ സാധിച്ചത്. നമ്മുടെ ഈ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് ടോട്ടലി ഞാൻ ഡൗൺ ആയിപ്പോയി. വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഞാൻ ഇതിനകത്ത് 1-2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ആകെ നോക്കിയിരുന്നത് റെസ്ട്രിക്ഷൻസിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അത് നണ്ണാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് വിടുകയായിരുന്നു പതിവ്. പക്ഷേ ഞാൻ എടുത്തിരുന്ന വീഡിയോസ് യൂട്യൂബിൽ തന്നെയുള്ള വീഡിയോസ് ഒക്കെ ആയതുകൊണ്ടും
ഞാൻ എടുത്തിരുന്ന തഗ്ഗൊക്കെ ഇപ്പൊ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ടീമുണ്ട്. അവർ ഫ്യൂച്ചറിൽ എന്തായാലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പാണ്. ആ വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തിട്ട് തഗ് ലൈഫ് ആയിട്ടും ലോങ് വീഡിയോ തഗ് ലൈഫ് ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് വന്ന പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, ഓൾറെഡി യൂട്യൂബിൽ മറ്റൊരാളുടെ വീഡിയോ ആണ്. നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ ആദ്യം ഇവിടെ ലോങ് വീഡിയോ ഇട്ടു. അപ്പൊ അതിന്റെ കട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഷോർട്സ് വീഡിയോ ഇട്ടു. അപ്പോൾ രണ്ട് രീതിയിൽ ഷോർട്സിലും വന്നിട്ടുണ്ട്, യൂട്യൂബിൽ തന്നെ ലോങ് വീഡിയോയിലും വന്നിട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വന്നപ്പോഴത്തേക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇടുന്നതാണ് ഈ രണ്ട് ഡ്യൂപ്ലിക്കേഷൻ വരുന്നത്. ഓൾറെഡി ഇട്ടിരിക്കുന്ന വേറെ ടീമുണ്ട്. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അത് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രോബ്ലം വരുന്നത്, നമുക്ക് ഇതിനകത്ത് ഏതാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ളത് അറിയാൻ സാധിക്കത്തില്ല. നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ളത് പറയാം. പക്ഷെ നമ്മൾ ഇത്രമാത്രം വീഡിയോ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഏതൊക്കെയാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത് എന്നുള്ള ഒരു ടൂള് യൂട്യൂബ് നമുക്ക് ഇതുവരെ തന്നിട്ടില്ല. സത്യത്തിൽ നമ്മളെ ഏറ്റവും ഡൗൺ ആക്കുന്ന ഒരു കാര്യം അതാണ്. നമുക്ക് ടൂളില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇത് റീയൂസ്ഡ് കണ്ടന്റ് മനസ്സിലാക്കുക? ഒരിക്കലും പറ്റില്ല. നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് തോന്നുന്നു, ഇപ്പൊ നമ്മളല്ല ക്രിയേറ്റർ, നമ്മുടെ ചാനലിൽ ഏതൊക്കെയാണ് മറ്റുള്ളവരുടെ വീഡിയോ എന്ന് നമ്മൾക്ക് തോന്നുന്നത്, അതെല്ലാം എത്ര വ്യൂ കിട്ടിയെന്ന് പറഞ്ഞാലും കാര്യമൊന്നുമില്ല, അത് ഡിലീറ്റ് ചെയ്ത് കളയുവാന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ലോങ്ങിൽ ഇട്ടതും ഷോർട്സിൽ ഇട്ടതും അതിനിപ്പോ 2 മില്യൺ കഴിഞ്ഞാലും 3 മില്യൺ കഴിഞ്ഞാലും അത് ഡിലീറ്റ് ചെയ്ത് കളയാതെ വേറൊരു നിവൃത്തിയില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് ഇവിടെ ഒരു ഓഗസ്റ്റ് 31 മുമ്പായിട്ട് നമുക്ക് ആ റീയൂസ്ഡ് കണ്ടന്റ് ഒക്കെ റിമൂവ് ചെയ്യാനും അതിനുശേഷം അത് റീഅപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നമുക്കത് റീഅപ്ലൈ ചെയ്യാം. പക്ഷേ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ഓൾറെഡി ഇട്ട വീഡിയോസിന് ഇത്രയും വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രിപ്ഷൻസും വാച്ചവറും എല്ലാം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ അത്രയും വാച്ച് അവർ അവിടെ നിന്ന് നഷ്ടപ്പെടും. മനസ്സിലായി? മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിലെ ഏറ്റവും ബേസ് ആണ് വാച്ച് അവർ കംപ്ലീറ്റ് ആവുക എന്നുള്ളത്. അതിൽ നിന്നും വാച്ച് അവർ നന്നായിട്ട് കുറയും. പിന്നെ നമുക്ക് റീഅപ്ലൈ ചെയ്യുക എന്നുള്ളത് അസാധ്യമാണ്. അസാധ്യം മീൻസ് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ക്രിയേഷനുള്ള വീഡിയോസ് പുതിയതായി ഇട്ടുകൊണ്ടുവന്ന് അതിൽ വാച്ച് അവർ ഒക്കെ ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യണം, പഴയ ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. നിങ്ങളുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബൾക്കായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ടോട്ടലായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയരുത്. അത് നമ്മുടെ ഫ്യൂച്ചറിലുള്ള വ്യൂവേഴ്സിനെ നല്ല രീതിയിൽ ബാധിക്കും. ഒരിക്കലും നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് വന്നെന്ന് പറഞ്ഞിട്ട് പേടിച്ച് നിങ്ങൾ പെട്ടെന്ന് അത് മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടേതായിട്ടുള്ള ഓൺ ക്രിയേഷനുള്ള വീഡിയോസ് പതുക്കെ ഇട്ട് തുടങ്ങുക. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ കയറുന്നുണ്ടോ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും ആദ്യമൊക്കെ ഇട്ട റീയൂസ്ഡ് എന്ന് തോന്നുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്തു. ലോങ് വീഡിയോ ചെയ്തപ്പോൾ യൂട്യൂബിൽ തന്നെ ആരും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നോ കോപ്പിറൈറ്റ് സോങ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വിചാരിച്ചത് കോപ്പിറൈറ്റ് അടിക്കില്ല എന്ന്. പക്ഷെ ഞാൻ അത് എടുത്തു, എഡിറ്റ് ചെയ്ത നേരത്ത് ഞാൻ ആ ഒരു സോങ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. പക്ഷെ എനിക്ക് ആദ്യമൊന്നും അത് കാണിച്ചില്ല, കോപ്പിറൈറ്റ് കാണിച്ചില്ല, നണ്ണെന്നും പറഞ്ഞിട്ടാണ് കാണിച്ചത്. കുറെ കഴിഞ്ഞ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് അത് കോപ്പിറൈറ്റ് കാണിച്ചു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ യൂട്യൂബിലൊക്കെ നോ കോപ്പിറൈറ്റ് സോങ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്ന പാട്ടുകൾ ഒരിക്കലും നിങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വീഡിയോയിൽ ഉൾപ്പെടുത്തരുത്. യൂട്യൂബിന്റെ സ്വന്തം ലൈബ്രറിയിൽ കിടക്കുന്ന കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു മ്യൂസിക്കും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേഷൻ നിങ്ങൾ ആഡ് ചെയ്യരുത്. കോപ്പിറൈറ്റ് കിട്ടിയ ആ ഒരു വീഡിയോ ഞാൻ എന്റെ വെപ്രാളത്തിൽ കയറി ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒരിക്കലും ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യം ഇല്ലായിരുന്നു. ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എവിടെ നിന്നാണോ എനിക്ക് കോപ്പിറൈറ്റ് വന്നതെന്നുള്ളത് നോക്കിയിട്ട് ഒന്നുകിൽ എഡിറ്റ് ചെയ്തിട്ട് എവിടെയാണോ പാട്ടുള്ളതെന്ന് വെച്ചാൽ അത് എടുത്ത് റിമൂവ് ചെയ്യാം ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൽ തന്നെ. അല്ലെങ്കിൽ എനിക്ക് അത് ട്രിം ചെയ്ത് കളയാം. അങ്ങനെ 2 ഓപ്ഷൻസ് യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നിങ്ങൾ ഒരിക്കലും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചാടി കയറി ഡിലീറ്റ് ചെയ്യാതെ എവിടെയാണോ ആ കോപ്പിറൈറ്റ് വന്നിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു പോർഷൻ മാത്രം ട്രിം ചെയ്യുക, റീ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ സേവ് ചെയ്യുക. അപ്പം എന്തായാലും നിങ്ങളുടെ ആ കോപ്പിറൈറ്റ് മാറുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും നേരം കിട്ടിയ ആ ഒരു വ്യൂസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്രയും റീച്ച്, ആ ഒരു ലൈക്കൊക്കെ, ആ ഒരു ലൈക്കും ആ ഒരു റീച്ചും ഒക്കെ അവിടെ തന്നെ കാണും. അതൊന്നും റിമൂവ് ആയി പോവില്ല. നിങ്ങൾ പെട്ടെന്ന് അതെടുത്ത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് പോവുകയും അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇടുമ്പോൾ പുതിയ വ്യൂവേഴ്സ് നമുക്ക് അതിനകത്ത് കിട്ടത്തേ ഉള്ളൂ. അല്ലാതെ കിടക്കുന്ന വ്യൂവേഴ്സ് എന്തായാലും നമുക്ക് പുതിയതിനകത്തോട്ട് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഓഗസ്റ്റ് 31 മുമ്പായിട്ട് റീയൂസ്ഡ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊക്കെ വീഡിയോ, അതായത് ഇന്നിപ്പം 4 ആയതേ ഉള്ളൂ, പുതിയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വാച്ച് അവർ മാക്സിമം കയറ്റിക്കൊണ്ട് എന്ത് ചെയ്യണം, ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൽ നിന്നും കിട്ടുന്ന വാച്ച് അവറിനെ ഞാൻ എന്ത് ചെയ്യണം, 31 ശേഷം ഞാൻ യൂസ് ചെയ്യണം. ആ രീതിയിൽ മാത്രമാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇപ്പൊ ടൂൾസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് റീയൂസ്ഡ് കണ്ടന്റ് നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത് തന്നെയാണ്. ഏതാന്ന് പോലും അറിയില്ല, എന്നാൽ പോലും നമുക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇത് കാണിക്കരുത്, ഇത് ചെയ്യരുത്. നിങ്ങൾ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ ഓൺ ക്രിയേഷനുള്ള വീഡിയോസ് ആയിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മറ്റുള്ളവരുടെ വീഡിയോ എടുക്കുകയാണെങ്കിൽ
നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങളുടെ ഒരു ക്ലിപ്പ് കൂടെ വെച്ച് ഒരു ഓൺ വോയിസിൽ ചെയ്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ എടുത്ത് അതേപടി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ചെറിയൊരു ട്രോൾ ആക്കിയാൽ പോലും ചിലപ്പോൾ അത് കോപ്പിറൈറ്റിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള അബദ്ധങ്ങൾ ആരും കാണിക്കരുത്. പുതിയൊരു യൂട്യൂബറിനെ സംബന്ധിച്ചിട്ട് റീയൂസ്ഡ് കണ്ടന്റിനകത്ത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും ഏതൊക്കെയാണ് എന്നുള്ള തരം തിരിച്ച് മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതിന് തന്നെ കൊടുക്കുക. എന്നിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം മുന്നോട്ടുള്ള വീഡിയോകൾ നിങ്ങൾ ചെയ്യേണ്ടത്. ഏതൊക്കെയാണ് റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ഏതൊക്കെയാണ് പറ്റാത്തതും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയും കാണുക, മനസ്സിലാക്കുക. എന്റെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് എന്റെ അനുഭവമാണ്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരെയും ബൈ ഗൈസ്.